ഹലോ, എല്ലാവർക്കും നമസ്കാരം. നട്ടപ്പാതിരയ്ക്ക് 3:15 ഞാൻ സംസാരിക്കുന്നത്. നട്ടപ്പാതിരയ്ക്ക് 3:15. ചിലപ്പോൾ ഇങ്ങനെയാണ്, ചിലപ്പോൾ നട്ടപ്പാതിരയ്ക്ക് 3:15 ഏറ്റവും കൂടുതൽ ബോധോദയം ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പല്ലേ. അപ്പോൾ എനിക്ക് ചിലപ്പോൾ 3:15 തോന്നുക, ഓക്കെ എന്തെങ്കിലും ഒന്ന് വീഡിയോ ചെയ്യണമെന്ന്. എന്താണ് പറയേണ്ടതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി പറയാൻ പോകുന്നത്, ഇന്ന് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഞാൻ 2 മിനിറ്റ് സംസാരിച്ചാലെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഐ എം എ ഹോം മേക്കർ. ജസ്റ്റ് എ ഹോം മേക്കർ അങ്ങനെ ചോദിച്ചാൽ അല്ല. അങ്ങനെ അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഹോം മേക്കർ എന്നുള്ളത് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്, ബെസ്റ്റാക്കാനും ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ദ തിങ് ഈസ് ദാറ്റ് ഞാൻ ഒരു കംപ്ലീറ്റ് ഹോം മേക്കർ ആയി ഇരിക്കുമ്പോൾ ചിലതൊക്കെ എൻ്റേതായത് എന്തോ എല്ലാമോ ഇല്ലാതാവുന്നത് ചിലപ്പോഴെങ്കിലും ഫീൽ ചെയ്യുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആരും മനഃപൂർവ്വം നമ്മുടെ പല ആഗ്രഹങ്ങളും ഇല്ലാതാക്കുന്നുമില്ല. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പര്യവസാനമായിരിക്കാം ഒരുപക്ഷെ ഞാൻ കുറേ വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ പാട്ട് പാടിയിടുകയോ വ്ളോഗ് ചെയ്യുകയോ അല്ലെങ്കിൽ റീല് ചെയ്യുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ യൂട്യൂബ് ചാനലിലോട്ട് ഇടുന്നത്. എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ നിങ്ങൾക്കറിയാലോ. മൈ ചാനൽ നെയിം ഈസ് ഡോട്ടർ ഓഫ് റെയിൻ, നിഷ മധുശ്രീ അല്ലേ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേരിട്ടതെന്ന് നിങ്ങളാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു കാരണമുണ്ട്. ഒന്ന്, ഞാൻ മഴയെ വളരെ ഇഷ്ടപ്പെടുന്നു. മഴയുടെ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് ഞാൻ വന്നു എന്ന, പ്രകൃതിയാണ് എൻ്റെ അമ്മ എന്ന് എനിക്ക് പറയാൻ കൂടുതൽ ആഗ്രഹം. എൻ്റെ അമ്മ എന്നെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ഇപ്പോഴും ദൈവം സഹായിച്ച് എൻ്റെ കൂടെ ഉണ്ട്. എങ്കിലും ഒരു ജോലിക്ക് പോകുന്ന ഒരമ്മയെ എനിക്ക് ഒത്തിരി നഷ്ടപ്പെട്ടു. അമ്മയുടെ ലാളന, അമ്മയുടെ എന്താ പറയുക, തലോടൽ, അങ്ങനെ പലതും ഒരു വർക്കിംഗ് ആയിട്ടുള്ള അമ്മയിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു, വെൻ ഐ എം ബിക്കമിങ് എ മദർ, ഐ വിൽ ബി കംപ്ലീറ്റ്ലി ഫോർ മൈ സൺ. എനിക്ക് അവനെ ഒരു നല്ല ഇൻഡിവിജ്വലായിട്ട് വളർത്തിയെടുക്കണം. അവൻ്റെ എന്ത് കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു പേരൻറ്റിങ്ങിൻ്റെ ഫിയർ ഉണ്ടാക്കാതിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേരൻസ് കുട്ടികളെ ഫിയർ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാൻ വളരെ എളുപ്പമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നെങ്കിലും അവർ എൻ്റെ ഉള്ളിലൊരു ഭയം ജനിപ്പിച്ചിരുന്നു. കാരണം അവർ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. അപ്പോൾ സ്ട്രിക്റ്റ് ആകുമ്പോൾ നമ്മൾ ഉള്ളിൽ അവർ ചിലപ്പോൾ വളരെ റഫായിട്ടെല്ലാം സംസാരിക്കുന്ന നമുക്ക് ഒരു ഭയമാണ്. അപ്പോൾ ഭയമുള്ളപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് വിഷമിക്കും.
അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉൾവലിയുന്ന സമയത്ത് പലപ്പോഴും ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നോബഡി ഈസ് ദെയർ ടു ഷെയർ അവർ എന്താ പറയുക, എന്താണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഷെയർ ചെയ്യാൻ ആരും ഇല്ലാത്ത പോലെ ഒരു ഫീല് പ്രത്യേകിച്ച് കുട്ടികൾക്കുണ്ടാവും. അതിൽ അങ്ങനെ ഒരു കുട്ടിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സിസ്റ്ററും ഞാനും കൂടി ഒരു 8.5 years ഡിഫറൻസുമുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിലും നമ്മളെ പിന്നെ ഒരു 8.5 years ഈസ് ചൈൽഡ്ഹുഡ്. എന്നെ സംബന്ധിച്ച് ഞാനും ചൈൽഡാണ് 8.5 years. പക്ഷേ എൻ്റെ ബാല്യത്തിന് ഒരു ഇപ്പം നീ ബാല്യമല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. അതായത് ഇനി അനിയത്തിയുടെ എന്തും നമ്മൾ സഹിക്കണം. ഇനി നിന്നെ അങ്ങനെ കൊഞ്ചിക്കാനൊന്നും ഇവിടെ സമയമില്ല, അല്ലെങ്കിൽ നിനക്ക് എല്ലാവരെയും മനസ്സിലാക്കിയാൽ എന്താ, ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. അതിപ്പം അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ ആയിരിക്കാം, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏതായാലും കുറേ കൂടി ആളുകൾ സ്വന്തം കുട്ടികളെ 1, 2, 4 പേരാണെങ്കിൽ എല്ലാവരെയും ഫ്രണ്ട്സായിട്ട് കാണുകയും എല്ലാവരെയും ഒരുപോലെ ഡീൽ ചെയ്യാനൊക്കെ ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടുണ്ട് ആൾക്കാർ. അപ്പം എൻ്റെ ആദ്യത്തെ പടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കമ്മ്യൂണിക്കേഷൻ എൻ്റെ മകനുമായിട്ട് വേണം. അപ്പം കാരണം കുട്ടിക്ക് വേണ്ടതെല്ലാം സന്തോഷം, പല ഇമോഷനിൽ കൂടിയും കുട്ടിയും നമ്മളും എല്ലാവരും കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു പ്ലസൻ്റായിട്ട് ഇരിക്കാൻ പറ്റണമല്ലോ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ജോലിക്ക് പോകുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് വേറെ കുറേ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ താല്പര്യമുള്ളപ്പം എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്, വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ്, മഴ കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്, വീട്ടിലെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മോനെ നോക്കുക, മോനെ പാട്ട് ക്ലാസ്സിൽ കൊണ്ടുപോവുക, പാട്ടിൻ്റെ മത്സരങ്ങളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോവുക, ക്വിസ് മത്സരങ്ങളിൽ കൊണ്ടുപോവുക, അങ്ങനെ അതെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദൈവം സഹായിച്ച് ഇപ്പം മോൻ എൻജിനീയറിങ് പാസ്സായി, അവൻ ദൈവം സഹായിച്ച് വർക്ക് ചെയ്യാനൊക്കെ ഒരു ജോലിയൊക്കെ കിട്ടി, മോനിപ്പോൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ I am having deep gratitude to God and to all my family members, including my son and to my husband, even to the teachers, അവൻ്റെ ടീച്ചേഴ്സ്, അവൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ പേരോട് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി തന്നെ ഞാൻ പറയണം. ഐ എം വെരി ബ്ലെസ്ഡ്. അറ്റ് ദ സെയിം ടൈം എനിക്കിപ്പോൾ ഒരു വല്ലാത്ത ഒരു എന്താ പറയുക ആവലാതിയിലാണ്. അതായത് ആവലാതി എന്ന് പറയാൻ പറ്റില്ല, ഇനി ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു സമയം എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്ക് എൻ്റെ കുറേ ആഗ്രഹങ്ങൾ ഇനി ഈ ഒരു പ്രായത്തിലാണ് സാധിക്കാനായിട്ട് ഞാൻ വ്യഗ്രത കൊള്ളുകയാണ്. ആ വ്യഗ്രത കൊള്ളുമ്പോൾ എന്താ പറയുക, നമ്മുടെ മുടിയൊക്കെ ഓരോന്നൊക്കെ ആയിട്ട് ഗ്രേ ആയി തുടങ്ങി. പിന്നെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ്, എല്ലുകൾക്കൊന്നും പണ്ടത്തെ അത്രയും ബലമില്ല, ഹോർമോണൽ ചേഞ്ചസ് കാരണം വണ്ണം വെച്ചു. ഇതെല്ലാം നമ്മൾക്ക് കേൾക്കണം. നമ്മൾ സ്വന്തമായിട്ടും കണ്ണാടിയിൽ നോക്കുമ്പം നമ്മൾ പ്ലംബി ആയിട്ടിരിക്കുന്നു, ഇന്ന് സ്ലിം ബ്യൂട്ടിയാണ് ട്രെൻഡ്, അങ്ങനെ പലതും നമുക്ക് പ്രഷർ തരും. പക്ഷേ ഞാനത്ര പ്രഷർ എടുക്കാറില്ല. ഇങ്ങനെയൊക്കെ ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കരുത്. എങ്കിലും ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ എൻ്റെ ഡോട്ടർ ഓഫ് റെയിൻ എന്ന് പേരിട്ടതിൽ
ചിലപ്പോഴെങ്കിലും ഒരു അനാഥത്വം എനിക്ക് ഫീൽ ചെയ്ത കൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങനെ ഞാൻ വിളിക്കാൻ താല്പര്യപ്പെട്ടു. കാരണം എൻ്റെ അമ്മ ഇന്നും ഉണ്ട്. അമ്മ ജോലി റിട്ടയർഡായ ശേഷം പിന്നെ ഇത്ര ഹാർഷായിട്ടൊന്നും അവളോട് സംസാരിക്കരുത് എന്ന് എൻ്റെ ഹസ്ബൻഡ് കൂടി അമ്മയോട് പറഞ്ഞപ്പോഴാണ് എന്നിലെ കുട്ടി എന്താണെന്ന് അമ്മയ്ക്ക് കുറച്ചുകൂടെ മനസ്സിലായത്. അപ്പോൾ അതിന് എനിക്ക് ഡീപ്പ് ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ ഹസ്ബൻഡിനോട് തന്നെയുണ്ട്. കാരണം മീൻസ് ഐ എം വെരി ബ്ലെസ്ഡ്. അദ്ദേഹം എന്നെ കുറേ മനസ്സിലാക്കി. മീൻസ് ഐ എം വെരി ചൈൽഡിഷ് ആക്ച്വലി. അപ്പം ഞാനിങ്ങനെ ഈ പാമ്പറിങ് എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുന്ന അമ്മയാണ്. അപ്പോൾ അവർക്ക് ഈ മുടി കെട്ടി തരാനോ അല്ലെങ്കിൽ മുടി ചീവി തരാനോ മടി പിടിച്ചിരുത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയമൊന്നും അവർ കണ്ടെത്തുന്നില്ല. കുറച്ച് റഫായിട്ട് സംസാരിക്കണം, കുറച്ച് എന്താ പറയുക, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് എന്താ പറയുക, അയ്യോ ആ കുട്ടിയുടെ അമ്മ അവർക്ക് കൊച്ചിന് മുടിയെല്ലാം കെട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. അപ്പം എന്തായാലും എനിക്ക് ചില സമയത്ത് ഒരു അനാഥത്വമൊക്കെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനിച്ചു, ഞാൻ മഴയുടെ മകളാണെന്ന്. അങ്ങനെ ഡോട്ടർ ഓഫ് റെയിൻ എന്ന് പേരിട്ടു എന്നെ. അതുകൂടാതെ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഡോട്ടർ ഓഫ് റെയിൻ ഉള്ള പേരിൻ്റെ ഒരു പിന്നിലുള്ളൊരു കഥ. ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഈ ലോകത്തുള്ള പല ആളുകളെക്കാളും പല ജീവികളെക്കാളും ഞാൻ ബ്ലെസ്ഡാണ്. ഞാൻ ബ്ലെസ്ഡാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും ആ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വലിയൊരു നന്ദിയില്ലായ്മയാണത്. കാരണം ഈ ഇടയ്ക്കാണ് ഞാനത് കുറേ കൂടി റിയലൈസ് ചെയ്തത്. കാരണം ഈ ഇടയ്ക്ക് എനിക്ക് സ്ലിപ്പ് ഡിസ്ക്കായിട്ട് എനിക്ക് ഭയങ്കര പെയിൻ വന്നു. എനിക്ക് കട്ടിലിൽ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് മൂവ് ചെയ്ത് കട്ടിലിൽ തന്നെ ഒന്ന് നീങ്ങിക്കിടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ വന്നു. കസേരയിലോട്ട് ഇരിക്കാൻ പറ്റില്ല. ദാറ്റ് ടൈം ഐ റിയലൈസ്ഡ് നമ്മളെപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ കസേരയിലോട്ട് ഇരിക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കില്ല. നമ്മൾ ഇരിക്കുന്നു, എണീക്കുന്നു, നടക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ശ്വാസം എടുക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ കരൾ, വൻകുടൽ, കുടൽ എല്ലാം നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചൊന്നും മീൻസ് അത്ര ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി പലപ്പോഴും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഒട്ടും ചിന്തിക്കില്ല. പക്ഷേ ഇതിനെല്ലാം ഒരു വേദനയോ വിഷമമോ വരുമ്പോഴാണ് എൻ്റെ ദൈവം ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിന് വലിയൊരു പ്രാധാന്യം ഞാൻ കാണുന്നത്. ഒരു ബുക്ക് തന്നെയുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകം ഞാൻ വളരെ വിശദമായിട്ടൊന്നും വായിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ മെയിൻ തീം ഇതാണ്: നമുക്ക് ഓരോ കാര്യത്തിനും വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ആ ഒരു മെസ്സേജ് എനിക്ക് നിങ്ങളോടും പറയാനുണ്ട്. കാരണം ആ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ ഒരു ദിവസം ആരംഭിക്കുകയാണെങ്കിൽ എത്ര സങ്കടം വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ആ സങ്കടത്തിൽ നമുക്ക് മാറാൻ പറ്റും. കാരണം നമ്മളറിയുന്നില്ല. നമ്മൾ കുളിക്കാൻ പോകുമ്പം പൈപ്പ് തുറന്നാൽ വെള്ളം വരുന്നത് നമ്മളറിയണം. ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ തൊടുമ്പോൾ നമ്മുടെ ശരീരം ക്ലീൻ ആവുന്നതും ആ വെള്ളം എനിക്ക് വന്നല്ലോ. ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇതിലൊക്കെ ആണെങ്കിൽ ഗംഗാദേവി ഒക്കെ കണ്ടിട്ട് റിലേറ്റീവ് ചെയ്ത് വെള്ളം, ജലം അങ്ങനെയൊക്കെ പറയും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊന്നുമില്ല. പക്ഷെ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെ ഒരു ഭഗവാനാണ്. അപ്പോൾ വെള്ളം നമ്മുടെ വീട്ടിലെത്തിച്ചേർന്നു, അത് കുളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും ആ ഒരു മൈൻഡ്ഫുൾനെസ്സോടു കൂടി നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ദിവസം ഹാപ്പി ആയിട്ടിരിക്കാം. എന്നെ സംബന്ധിച്ച് ഞാനിപ്പം എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ സാധിക്കുന്നത് തന്നെ എൻ്റെ കയ്യിലൊരു മൊബൈലുണ്ട്. ഞാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു വീട്ടിൽ ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യത്തിൽ എന്താ പറയുക, നല്ലൊരു ഇയർഫോണൊക്കെ വെച്ച് സംസാരിക്കുക.
ഇത്രയും ഒരു ബോധം എനിക്ക് വേണം അല്ലേ? അതുപോലെ ഓരോരുത്തരും ചിന്തിക്കണം. പലരും ചെറിയ ചെറിയ സങ്കടങ്ങൾക്ക് ഒത്തിരി കരയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കും അങ്ങനെ പെട്ടെന്ന് വിഷമം വരും, ചിലപ്പോൾ പെട്ടെന്ന് ഇമോഷണലാവും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് നമ്മളങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ മറ്റൊന്ന്, ഞാൻ പലപ്പോഴും മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്ന് ഞാൻ അധികം ബോധേഡാവാറില്ല. എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുന്ന ഒന്നും പൊതുവിൽ ഞാൻ ചെയ്യാറില്ല. എങ്കിൽ പോലും എന്താ പറയുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഞാൻ മാന്യത അല്ലെങ്കിൽ അതിനു വേണ്ടി എല്ലാ ബഹുമാനവും കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർ പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലിരിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു വഴിയിലൂടെ തന്നെ ഞാൻ പോവുള്ളൂ. അങ്ങനെയുള്ള ആളല്ല ഞാൻ. കാരണം ഇവിടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങളൊന്ന് അറിയണമല്ലോ. ഡോട്ടർ ഓഫ് റെയിൻ നിഷ മധുശ്രീ എന്ന് പറഞ്ഞിട്ടൊരു ചാനലൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് എഴുതാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. കുറേ കാലമായിട്ട് എഴുത്ത് ഞാൻ നിർത്തി വെച്ചിരിക്കാം, എഴുതാറില്ല. എഴുതാനായിട്ട് ദൈവം സഹായിച്ച് കഴിവുണ്ടായിരുന്നു, മീൻസ് കുറച്ചെങ്കിലും ഒരു വാസന ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ തന്നെ അത് അങ്ങ് ഉപേക്ഷിച്ചു. ഒരു സമയം കൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. പിന്നെ അത് ശരിക്കും ശരിയാണോ എന്നുള്ളത് ഇപ്പോഴും എനിക്കൊരു ഡൗട്ടാണ്. ഞാൻ എഴുതാനായിട്ട് ഒരു ഈശ്വരൻ എനിക്കൊരു വാസന തന്നിരുന്നു, പക്ഷെ ഞാൻ എഴുതിയില്ല, അല്ലെങ്കിൽ അധികം എഴുതുന്നില്ല അങ്ങനെ. പക്ഷേ ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്, കുറേ കാലമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ പാട്ട് പഠിക്കുമ്പോൾ ഒരു ജന്മനാ വാസനയുള്ള അവരുടെ അത്രയും ഫാസ്റ്റായിട്ട് ഞാൻ പാട്ട് പഠിക്കാൻ പറ്റാറില്ല. എങ്കിൽ പോലും ജന്മനാ വാസന വെച്ചാൽ ജന്മനാ തന്നെ ഒരു കഴിവുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം എൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ എന്താ പറയുക, എൻ്റെ വീട്ടിൽ ദൈവം സഹായിച്ച് എൻ്റെ മകൻ ഈശോ സരസ്വതിയുടെ അനുഗ്രഹമുള്ള കുട്ടിയാണ്. കുട്ടി പാടും, ഹസ്ബൻഡ് പാടും. ഞാൻ പക്ഷേ ഈ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു കാലം വരെ എന്നും അതിലെ കവിതയാണ്, ഒരു ഗാനത്തിലെ കവിതയാണ് ഞാൻ കൂടുതൽ കേട്ടിരുന്നത്. അപ്പം ഒരു ഗാനത്തിലെ കവിതയിൽ ശ്രദ്ധിക്കുകയും അതിലെ കവിതയിൽ മുഴുകുകയും അതിലേക്ക് തന്നെ അതിൻ്റെ ഭാവതലങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുകയും ചെയ്യുമ്പോൾ പലപ്പോഴും കരോക്കെ ശ്രദ്ധിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യമൊക്കെ എപ്പോഴും വല്ലാതെ ഈ ലിറിക്സിലോട്ട് ഇറങ്ങി അങ്ങ് പോയിട്ട് ലിറിക്സ് മാത്രം ശ്രദ്ധിച്ച് പാടുന്നൊരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും എൻ്റെ ആദ്യത്തെ പാട്ടുകളിലൊക്കെ നോക്കി ഒരു പക്ഷേ കരോക്കയിൽ നിന്ന് കുറച്ച് മാറിപ്പോയിട്ടൊക്കെ ഞാൻ പാടിയിട്ടുണ്ടാവും. അത് ഞാൻ ഒരു പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ടുമില്ല. ഇന്ന് ഞാൻ ചിലപ്പോൾ അപൂർവം ചിലപ്പോൾ ഒരു പാട്ട് പാടിയിട്ട് ഞാൻ യൂട്യൂബിൽ ഇടാറുണ്ട്. പക്ഷെ പണ്ടത്തെക്കാലം കുറച്ചും കൂടി വിവരം വെച്ചതുകൊണ്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് വരുമ്പോഴത്തേക്ക് അതെന്തിനാ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ഓർത്ത് പാട്ട് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാട്ട് പാടിയിടാൻ ആഗ്രഹമുണ്ട്. നന്നായിട്ട് പാട്ട് പാടാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ നിങ്ങളും എൻ്റെ പാട്ട് ഇഷ്ടപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്നെക്കുറിച്ച് ഇന്ന് പറയാനുള്ളത്. ഞാൻ രാവിലെ ഒരു 3:15 എഴുന്നേറ്റപ്പം സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും എനിക്ക് നിങ്ങളോട് സംവദിക്കണമെന്ന് തോന്നി. എനിക്ക് തോന്നുന്നു, എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടി, അവരാണ് എന്നോട് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ. എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്ന അവരാണ്. എനിക്ക് ഏറ്റവും അധികം വിശ്വസിക്കാവുന്ന കൂട്ടുകാർ അവർ തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നോട് വളരെയധികം സ്നേഹമുണ്ട്, അതുപോലെ അനുജത്തിക്കുണ്ട്. എങ്കിൽ പോലും അവരും കേരളത്തിലാണ്, ഞാൻ ബോംബെയിലാണ്. അവരെ സമീപിക്കുന്നതിനും അവരോട് സംവദിക്കുന്നതിനുള്ള ചില പരിമിതികൾ, അല്ലെങ്കിൽ അവരോ ഓൾറെഡി പ്രായമൊക്കെ ആയി ചില വിഷമങ്ങളിൽ കൂടി
കടന്നു പോകുന്നു. അപ്പം ഒരു പക്ഷേ എനിക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ വീട്ടിലാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിനോടും കുട്ടിയോടും, പിന്നെ എനിക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. എനിക്ക് ഒത്തിരി കൂട്ടുകാരില്ല, പക്ഷേ മീൻസ് എനിക്ക് എല്ലാവരും കൂട്ടുകാരാണ്. പക്ഷേ എനിക്ക് ഒന്നോ രണ്ടോ കൂട്ടുകാരാണ് എന്നെ, ഒന്നോ രണ്ടോ അല്ല, ഒരു 4-5 പേരൊക്കെ ഞാൻ പറയാം. എനിക്ക് എൻ്റെ എന്ത് വിഷമമാണോ അല്ലെങ്കിൽ എന്നെ ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ സ്നേഹിക്കുന്ന അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെ എന്നെ ജഡ്ജ് ചെയ്യാതെ എന്നെ ഞാനായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകാരുണ്ട്. അങ്ങനെയുള്ളവർ എനിക്ക് എൻ്റെ ഏറ്റവും ഹൃദയത്തിലോട് ചേർന്നിരിക്കുന്ന അങ്ങനെയുള്ളവരാണ്. അതായത് എന്നെ ജഡ്ജ് ചെയ്യാതെ. അത് വലിയൊരു കാര്യമല്ലേ, നമ്മളായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഇപ്പം എൻ്റെ പേര് നിഷ മധു, അല്ലെങ്കിൽ ഞാൻ നിഷ എന്ന് പറഞ്ഞ വ്യക്തിയെ പോലെ നിഷ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ നിഷ പാട്ട് പാടുമ്പോഴാണെങ്കിലും, നിഷ കവിത എഴുതുമ്പോഴോ ഒക്കെ വേറൊരു ഗായകൻ പാടിയതോ വേറൊരു ഗായിക പാടിയതോ ഡിറ്റോ അവരെ പോലെ ഇരിക്കണമെന്നൊക്കെ അങ്ങനെയുള്ള കമൻറ്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പാടിയതല്ല അങ്ങനെയായിരുന്നു, നിഷ പാടിയപ്പോൾ ഇങ്ങനെയായി, അങ്ങനെ. അപ്പോൾ അതിൽ ടെക്നിക്കലായിട്ടുള്ള ക്ലാസിക്കലായിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എൻ്റേതായ പരിമിതികളിൽ നിന്നാണ് പലപ്പോഴും ഞാൻ പാട്ട് പാടുന്നത്. അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. കുറേയും കൂടി നന്നായിട്ട് പാട്ട് പാടി പഠിച്ച് യൂട്യൂബിൽ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്നു. രാവിലെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് നിങ്ങളോട്. അപ്പോൾ താങ്ക് യു. മഴയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കവിത എഴുതിയിരുന്നു, മഴക്കുട്ടി എന്ന് പറഞ്ഞിട്ട്. കവിത തപ്പിയെടുത്തിട്ട് ഞാൻ ഒരു ദിവസം അവതരിപ്പിക്കാം കേട്ടോ, എൻ്റെ കവിത. അപ്പോൾ ഇപ്പോൾ ഞാൻ വെറുതെ 2 വരി പാടാം. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവൻ്റെ. ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്, ഇൻക്ലൂഡിങ് ഈ 2 വരി പാടിയതുൾപ്പെടെ, യാതൊരുവിധ സ്ക്രിപ്റ്റും എഴുതാതെ, യാതൊരുവിധ പോയിൻറ്റ്സും നോട്ട് ചെയ്യാതെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഒരു പക്ഷേ ഇവിടെ എൻ്റെ മുന്നിലെ ഈ യൂട്യൂബിൽ ചാനൽ കേൾക്കുന്ന മലയാളികളാണ് ഇവിടെ തൽക്കാലം എൻ്റെ ഈ കോൺവെർസേഷൻ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ രാത്രി ഒരു 3:15 ഒരു കൂട്ടുകാരെ കിട്ടും സംസാരിക്കാൻ. പിന്നെ ആരാ ഉള്ളത്? നിങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പോൾ എൻ്റെ സംസാരം ബോറടിച്ചില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ എല്ലാവർക്കും എന്നോട് വലിയ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. താങ്ക് യു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും എൻ്റെ പ്രത്യേകം നന്ദി. അതിനോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ എന്താ പറയുക, ഫാഷൻ എന്ന് പറഞ്ഞൊരു സിനിമയിലെ ഒരു പാട്ടിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഓവർകോട്ട്, ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടു. അപ്പോൾ ഞാൻ ഈ റാമ്പിലൊക്കെ നടക്കാൻ ഭയങ്കര അങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നം കാണും. അപ്പം വെറുതെ വീട്ടിൽ നടക്കുന്നതിന് കുഴപ്പമില്ല, റിസ്ക്കൊക്കെ കുറവല്ലേ. നമ്മൾ മോഡലിങ്ങിനൊക്കെ പോകുമ്പം റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, റിസ്ക് ഇല്ലാതിരിക്കാം, എല്ലാം ഉണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് സേഫാണ്, ലേഡീസ് എല്ലാം സേഫാണെന്നൊക്കെ പറയും. പക്ഷേ തൽക്കാലം മോഡലിങ്ങിനൊന്നും നമ്മൾ പോയിട്ടില്ല, റാമ്പിനും പോയിട്ടില്ല. ഇനി ഒരു റാമ്പ് വാക്കിനുള്ള പോലത്തെ ഒരു മിസ് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 35,000 രൂപയുടെയും 50,000 രൂപയുടെയും കോസ്റ്റ്യൂം മേടിച്ചിടണം. അങ്ങനെ ചിലവിഷ്ടം പോലെയുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലാകുമ്പം എൻ്റെ ചെറിയ മൊബൈലിൽ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു വീഡിയോ എടുക്കാൻ ദിവസമായിട്ട് അധികം കാശൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഞാനൊരു ഹോം മേക്കറും കൂടെ ആയതുകൊണ്ട് എൻ്റെ പരിമിതികളിൽ നിന്ന് ആണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്.
ചിലപ്പം നിങ്ങൾ വിചാരിക്കും ഇവരെന്തിനാ ഇങ്ങനെ ഫാഷൻ പോലത്തെ വീഡിയോ ഇട്ട്. ഒന്നുമില്ല, വെറുതെ ഒരു സന്തോഷം. താങ്ക് യു.